യുദ്ധക്കെടുതിയിൽ യുക്രൈൻ. യുക്രൈനിലെ രണ്ടിടങ്ങളിൽ റഷ്യ പ്രഖ്യാപിച്ച ആദ്യ വെടിനിർത്തൽ നിഷ്ഫലമായതിനു പിന്നാലെ ആക്രമണം രൂക്ഷം. ഖർക്കീവിലും സുമിയിലും മരിയപോളിലും റഷ്യൻ ഷെല്ലാക്രമണം തുടരുന്നു. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് മധ്യസ്ഥ ശ്രമവുമായി രംഗത്തെത്തി. യുക്രൈന് മുകളിൽ വ്യോമ നിരോധനം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നാറ്റോ നിരസിച്ചതിൽ സെലൻസ്കി കടുത്ത അതൃപ്തിയിലാണ്. അതേസമയം റഷ്യ യുക്രൈൻ മൂന്നാം വട്ട ചർച്ച നാളെ നടന്നേക്കും. സരുണെ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. സരുൺ, രണ്ടിടത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ആ വെടിനിർത്തലിന് പിന്നാലെ തന്നെ ഷെല്ലാക്രമണം അടക്കം രൂക്ഷമായ ആക്രമണം തുടരുകയാണ് റഷ്യ. അപ്പോൾ ആ വെടിനിർത്തൽ വേണ്ട ഫലമുണ്ടാക്കിയെന്ന് കരുതുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ജോയി, യുദ്ധം തുടങ്ങി 10ാം നാളാണ് ആദ്യമായി രണ്ടിടങ്ങളിൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. മരിയോപോളിലും വോൾനോവാഖയിലും അടുത്തടുത്ത പ്രദേശങ്ങളിലാണ് ആദ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നിഷ്ഫലമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഈ പ്രഖ്യാപനം പിൻവലിക്കപ്പെട്ടു. തൊട്ടു പിന്നാലെ തന്നെ കടുത്ത ആക്രമണമാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായത്. ഷെല്ലാക്രമണവും അതുപോലെ തന്നെ മറ്റ് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ ഈ ഖർക്കീവിലും സുമിയിലുമൊക്കെ ഇപ്പോഴും ഷെല്ലാക്രമണം നേരിട്ടുള്ള ഏറ്റുമുട്ടലും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച മരിയോപോളിലും ഇപ്പോൾ ആക്രമണം രൂക്ഷമാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്നലെ ആശ്വാസകരമായിരുന്നെങ്കിലും കൂടുതലിടങ്ങളിലേക്ക് ഒരുപക്ഷെ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്നലെ ഈ രണ്ടിടങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപനം മണിക്കൂറുകൾക്കൊക്കെ തന്നെ പിൻവലിക്കേണ്ട വന്ന സാഹചര്യം ഇത് സ്ഥിതിഗതികൾ വീണ്ടും വഷളാക്കിയേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ ആക്രമണം തുടരുന്നെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ കീവിന് സമീപത്തെ കാനിവ് എന്നുള്ള ജലവൈദ്യുത പദ്ധതി ലക്ഷ്യമിട്ട് റഷ്യൻ സൈനികർ അങ്ങോട്ട് നീങ്ങുന്നെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കീവിന് തെക്ക് 100 കിലോമീറ്റർ അകലെയാണ് ഈ ജലവൈദ്യുത പദ്ധതി ഉള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ താപവൈദ്യുത നിലയങ്ങളും അതുപോലെ തന്നെ ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു റഷ്യയുടെ ആക്രമണം. നേരത്തെ ഈ താപവൈദ്യുത നിലയങ്ങളുടെ നിയന്ത്രണം റഷ്യ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ, 2 ആണവ നിലയങ്ങൾ ഇതിനകം തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. കൂടുതൽ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ സൈനികർ അങ്ങോട്ട് തിരിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കീവിന് സമീപവും ഇപ്പോൾ റഷ്യ ആക്രമണം നടത്തുകയാണ്. കീവിന് വടക്ക് പടിഞ്ഞാറുള്ള വിമാനത്താവളം ഹോസ്റ്റമെൽ ലക്ഷ്യമിട്ട് അവിടെ റഷ്യൻ സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ആണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, ഈ കീവിന് സമീപത്ത് ഇർപിൻ നഗരത്തിൽ കനത്ത ബോംബാക്രമണമാണ് കഴിഞ്ഞ രാത്രിയിലൊക്കെ റഷ്യ നടത്തിയത്. വലിയ നാശനഷ്ടമാണ് ഇവിടെ ഉണ്ടായത്. ജനങ്ങളെല്ലാം തന്നെ അവിടുന്ന് അവരുടെ വീടുകളും മറ്റും നഷ്ടപ്പെട്ട് പാലങ്ങൾക്കടിയിലും മറ്റും അഭയം തേടേണ്ട കാഴ്ചകളൊക്കെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നതാണ്. ഇതുപോലെ തന്നെ കീവ് നഗരം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായി എന്ന് തന്നെ പറയാം. യുക്രൈൻ്റെ കിഴക്കൻ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിട്ട്. ഇവിടെ പ്രവിശ്യ കേന്ദ്രങ്ങളിലെല്ലാം മുഴുവൻ പൂർണ്ണമായും തകർത്ത നിലയിലാണ് കാര്യങ്ങൾ. ശരി, അത്തരത്തിൽ കടുത്ത ആക്രമണം തന്നെയാണ് റഷ്യ യുക്രൈനിൽ തുടരുന്നത്. ഇതിനിടയിൽ സമാധാന ശ്രമങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നാളെ മൂന്നാം ഘട്ട ചർച്ച നടക്കാൻ പോകുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി റഷ്യയിലെത്തി ഇരു രാജ്യങ്ങളുമായി സമാധാന ചർച്ച നടത്തുന്നു. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും തലത്തിൽ ഫലം കാണാനുള്ളൊരു സാധ്യതയുണ്ടോ? ഒപ്പം തന്നെ സെലൻസ്കിയും പുടിനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാക്പോര് തുടരുന്നു. അത്തരം കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം? ജോയി, യുക്രൈനും റഷ്യയും പ്രതിനിധികൾ നേരിട്ട് നടത്തിയ രണ്ടാം വട്ട ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ റഷ്യയുടെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ എന്ന മനുഷ്യത്വ ഇടനാഴി എന്ന ആവശ്യമായിരുന്നു കഴിഞ്ഞ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായത്. അതായത് സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഈ യുദ്ധമേഖലകൾ വിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന ചർച്ച കഴിഞ്ഞ പോളിഷ് ബെലാറൂസ് അതിർത്തിയിൽ നടന്ന ചർച്ചയിൽ ധാരണയായിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന വണ്ണോണമാണ് ഇന്നലെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. പക്ഷേ ആ വെടിനിർത്തൽ പ്രഖ്യാപനം നിഷ്ഫലമായി എന്ന് തന്നെ കരുതാം. അത്തരത്തിൽ പുതിയ തീരുമാനങ്ങളിലേക്ക് ഒരുപക്ഷെ നാളെ നടക്കുന്ന യുക്രൈൻ റഷ്യ ചർച്ചയിൽ
അത്തരം തീരുമാനങ്ങൾ ഉണ്ടായേക്കാമെന്ന പ്രതീക്ഷയിലാണ് ലോകം. പക്ഷേ വലിയ രീതിയിലുള്ള ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളൊന്നും ഉണ്ടായേക്കില്ലെന്നാണ് നമുക്ക് ഇത്രയും ദിവസത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിനിടയിൽ ജോയ് സൂചിപ്പിച്ച പോലെ ചില മധ്യസ്ഥ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഇന്നലെ മോസ്കോയിലെത്തി പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം സെലൻസ്കിയുമായി സംസാരിച്ചു. സെലൻസ്കിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണവും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് സെലൻസ്കിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ രണ്ട് രാജ്യങ്ങളുമായും റഷ്യയുമായും യുക്രൈനുമായും മികച്ച ബന്ധമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതിനാൽ തന്നെയും ഈ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ഈ സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് സെലൻസ്കി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഇസ്രായേൽ ഈ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കണമെന്ന് യുക്രൈൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ചർച്ചയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം നഫ്താലി ബെന്നറ്റ് മോസ്കോയിലെത്തി പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകിയത് വാർ ഡെസ്കിൽ നിന്നും സരുണ ജോസ്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ന് 13 വിമാനങ്ങളിൽ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കും. റൊമേനിയയിൽ നിന്ന് 210 പേരുമായി വ്യോമസേന വിമാനം ഡൽഹിയിലെത്തി. ഹംഗറിയിൽ നിന്ന് 184 പേരും സ്ലോവാക്യയിൽ നിന്ന് 154 പേരും ഇന്ന് തിരിച്ചെത്തി. സുമിയാണിപ്പോൾ പ്രധാന പ്രശ്നമെന്നും റഷ്യയോടും യുക്രൈനോടും വെടിനിർത്തലിന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സുമി മേഖലയിലുള്ളവർ അവിടെ തന്നെ സുരക്ഷിതരായി തുടരണമെന്ന് ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. KP അഭിലാഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിലാഷ്, കൂടുതൽ പേർ തിരിച്ചെത്തുന്നു, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ ഈ സുമി അടക്കമുള്ള മേഖലയിൽ നിന്ന് കൂടുതൽ പേരെ എത്തിക്കാനുള്ള ഒരു സാഹചര്യം എത്രത്തോളമാണ്? ജോയ് നായർ, ഓപ്പറേഷൻ ഗംഗ തുടരുമ്പോൾ തന്നെ സുമി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സംബന്ധിച്ച ആശങ്കയ്ക്ക് ഇപ്പോഴും അറുതിയായിട്ടില്ല. കഴിഞ്ഞ ദിവസവും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് യുക്രൈനും റഷ്യയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ്. സുമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പോലും ഷെല്ലാക്രമണമടക്കം പ്രദേശങ്ങളിൽ നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായി മാത്രമേ സുമി പോലെ ഒരു പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇന്ത്യൻ എംബസി യുക്രൈനിലെ വിദ്യാർത്ഥികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അറിയിപ്പുണ്ടാകുന്നതുവരെ സുരക്ഷിതമായ ഇടങ്ങളിൽ തുടരണം. വലിയ പരിമിതികൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നുണ്ട് എങ്കിലും ഇപ്പോൾ പുറത്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് യുക്രൈൻ എംബസിയും ഇന്ത്യയുടെ യുക്രൈനിലെ എംബസിയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1-2 ദിവസം കൂടി ഒരുപക്ഷെ ഈ രക്ഷാദൌത്യം നീണ്ടുപോകുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട് ജോയ് നായർ. ഒപ്പം ഓപ്പറേഷൻ ഗംഗ ഊർജിതമായി തന്നെ തുടരുന്നു. 13 വിമാനങ്ങളിൽ ആണ് ഇന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നത്. ഒരുപക്ഷെ 2000-ന് മുകളിൽ ആളുകളെ ഇന്നും തിരികെ എത്തിക്കാനാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. മാത്രമല്ല ഹംഗറി, സ്ലോവാക്യ, റൊമേനിയ, പോളണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എത്തിയ പൗരന്മാരിൽ ഭൂരിപക്ഷം പൗരന്മാരെയും ഇതിനോടകം തന്നെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 13,300 ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ത്യയിൽ തിരിച്ച് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് അല്പസമയം മുമ്പ് റൊമേനിയയിൽ നിന്ന് വ്യോമസേന വിമാനം എത്തി. അതിൽ 210 പേരാണ് ഉണ്ടായിരുന്നത്. സ്ലോവാക്യയിൽ നിന്ന് 154 പേര്, ഹംഗറിയിൽ നിന്ന് 184 ഇന്ത്യക്കാർ ഇതിനകം ഇന്ന് തിരികെ എത്തിയിട്ടുണ്ട് ജോയ് നായർ. ശരി, കൂടുതൽ പേർ നാട്ടിൽ തിരിച്ചെത്തുന്നു. ഒപ്പം തന്നെ സുമി അടക്കമുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ പേർ ഏറെ എത്തിക്കാനുള്ള നടപടികളും എംബസി ആരംഭിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് KP അഭിലാഷ്. DCC പുനഃസംഘടനാ ചർച്ചകൾ നീണ്ടുപോകാൻ സാധ്യത. കെ സുധാകരനും VD സതീശനും തമ്മിൽ നാളെ മുതൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുമെങ്കിലും ഭൂരിഭാഗം ജില്ലകളിലും വലിയ തർക്കങ്ങൾ തുടരുകയാണ്. ഇരുവരുടെയും ചർച്ചയ്ക്ക് ശേഷം നിലപാട് അറിയിക്കാൻ കാത്തിരിക്കുകയാണ് ഗ്രൂപ്പ് നേതൃത്വം. TG സജിത്ത് ചേരുന്നു. സജിത്ത്, അനിശ്ചിതമായി നീളുകയാണോ പുനഃസംഘടന? എന്താണ് പ്രതിസന്ധി? ഇതിൽ MP-മാർ ഉന്നയിച്ച എതിർപ്പാണ് വീണ്ടും പുനഃസംഘടന ചർച്ച വീണ്ടും ആരംഭിക്കാനുള്ള കാരണം. പക്ഷേ തർക്കം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും തമ്മിൽ ചർച്ച നടത്തി. പക്ഷേ ഈ ചർച്ചയിലും ചുരുക്കം ജില്ലകളിൽ 2 ജില്ലകളിൽ മാത്രമാണ് ധാരണയുണ്ടായത്. മറ്റിടങ്ങളിലേക്ക് തർക്കം നീണ്ടു നിൽക്കുകയാണ്. കൂടുതൽ ഭാരവാഹികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം. നേരത്തെ ഈ DCC ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ടായിരുന്നു. വലിയ ജില്ലകളിൽ 25 ഭാരവാഹികൾ, ചെറിയ ജില്ലകളിൽ 15 ഭാരവാഹികൾ പരമാവധി. ഈ തരത്തിലാണ് ക്രമീകരണം വരുത്തിയിരുന്നത്. പക്ഷേ ആ മാനദണ്ഡമൊക്കെ ഇപ്പോൾ മാറ്റേണ്ട സാഹചര്യമാണ്. ഭാരവാഹികളുടെ എണ്ണം കൂട്ടി കൂടുതൽ പേരെ ഉൾപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം.
ഒരു വിഭാഗത്തിന് കൂടുതൽ പേരെ ഉൾപ്പെടുമ്പോൾ മറുവിഭാഗവും അവകാശവാദം ഉന്നയിക്കുന്നു എന്നതും ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. എന്തായാലും ഈ തർക്കങ്ങൾ ചർച്ച തുടരുന്നു. നാളെ വീണ്ടും ഈ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ചർച്ച വീണ്ടും ആരംഭിക്കും. പക്ഷേ ഈ ആഴ്ച അവസാനത്തോടു കൂടി മാത്രമേ ലിസ്റ്റിനൊരു പൂർത്തീകരണം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം എല്ലാ ജില്ലകളിലും ധാരണയുണ്ടാവണമെങ്കിൽ താമസം ഉണ്ടാകുമെന്നതാണ് സാഹചര്യം. ഇരു നേതാക്കൾക്കിടയിലും ധാരണയുണ്ടായ ശേഷമായിരിക്കും ഗ്രൂപ്പ് നേതാക്കൾ ഇത് കണ്ട് അവരും ഇതിന് അംഗീകാരം നൽകി ഈ പട്ടിക പുറത്തിറക്കാൻ സാധിക്കും. ശരി, DCC പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത് TG സജിത്ത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 9 ജില്ലകളിലെ 54 മണ്ഡലങ്ങൾ വിധിയെഴുതും. ഇന്നലെ മണിപ്പൂരിൽ നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ 79% മുകളിൽ വോട്ട് രേഖപ്പെടുത്തി. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പാണ് നാളെ. 9 ജില്ലകളിലെ 54 മണ്ഡലങ്ങൾ വിധിയെഴുതും. വാരണാസി, ഗാസിപൂർ, മിർസാപൂർ, അസംഗഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 613 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. എന്നാൽ നക്സൽ ബാധിത മണ്ഡലങ്ങളായ ചക്കിയ, റോബർട്ട്ഗഞ്ച്, ദുഡ്ഡി മണ്ഡലങ്ങളിൽ 4 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകും. കനത്ത സുരക്ഷയാണ് ഈ മണ്ഡലങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. മണിപ്പൂരിൽ ഇന്നലെ നടന്ന അവസാനഘട്ട വോട്ടെടുപ്പിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 79% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയതായാണ് പ്രാഥമിക കണക്ക്. 22 മണ്ഡലങ്ങളിലായി 92 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് റദ്ദാക്കിയ 12 ബൂത്തുകളിലും വോട്ടെടുപ്പ് നടന്നു. ആദ്യഘട്ടത്തിൽ 88.63% മണിപ്പൂരിലെ പോളിംഗ്. ന്യൂസ് 18 ഡൽഹി. തമ്പാനൂരിൽ ഹോട്ടലിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടക്കട സ്വദേശിയായ ഗായത്രിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന പ്രവീണിനെ കാണാനില്ലെന്ന് പോലീസ് പറഞ്ഞു. ഗായത്രി എന്ന പേരുള്ള കുട്ടി ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്ന അതാണ് കിട്ടിയിരിക്കുന്ന വിവരം. ബാക്കി പോലീസ് കേസ് തുടർ നടപടി സ്വീകരിക്കുന്നുണ്ട്, വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അത് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് പറയാൻ ഇന്ന് വെളുപ്പിന് ആ സമയത്താണ് കിട്ടിയത്. വെളുപ്പിന് കാട്ടാക്കട സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രവീൺ എന്ന് പറയുന്ന ആൺ സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അയാൾ സ്റ്റേഷനിൽ ഇവിടെയാണ് ലാൻഡ് ലൈൻ നമ്പറാണ്. ഇവിടെ കോൾ ഐ ഡിയുള്ള ഫോണൊന്നുമില്ല. അത് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. ഇപ്പം നമുക്ക് വിവരമില്ല. അയാൾ എവിടെയാണെന്ന് നമുക്ക് വിവരമില്ല. നോക്കുന്നുണ്ട്. അതും അന്വേഷണത്തിന് വ്യക്തമാവുള്ളൂ. ബന്ധുക്കൾ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ID ഇതിൽ പറയുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. TG സജിത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. സജിത്ത്, പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജോയ്, കൊലപാതകമെന്ന് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ദുരൂഹതയുണ്ട്. കാരണം ഒപ്പം മുറിയെടുത്തിരുന്ന ഒരാളെ കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലേക്ക് സംശയം പോകുന്നത്. കാട്ടാക്കട സ്വദേശി ഗായത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വെളുപ്പിനെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ തമ്പാനൂര് ഹോട്ടലിൽ മറ്റൊരു കൊലപാതകം നടന്നത്. അതിനൊരു ഞെട്ടലിൽ കൂടിയാണ് പ്രദേശം. അത് എന്തായാലും ഈ സംഭവത്തിൽ കൊലപാതകം എന്ന് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അതിന്റെ സാധ്യത തള്ളാതെയുള്ള അന്വേഷണമാണ് പോലീസ് നടക്കുന്നത്. ഒപ്പം മുറി എടുത്തിരുന്നയാളെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൊലപാതകമാണോ അത്തരത്തിലുള്ള സ്വാഭാവിക മരണമാണോ തുടങ്ങിയ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിക്കുകയുള്ളൂ. എന്തായാലും അന്വേഷണം തുടരും. ശരി, വിശദാംശങ്ങൾ നൽകിയത് TG സജിത്ത്.